കഥയിൽ പോവാം. ജിമ്മിൻ്റെയാണ് കഥ. ടൈറ്റിൽ മനസ്സിലായല്ലോ, മാജിക് റിംഗ് CEO ബോയ്. ഞങ്ങൾ കഥയിൽ കിടക്കാം. ഹീറോൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അമ്മ പറയും, ഇവളെ കല്യാണം കഴിക്കട, ഇവൾ നല്ല കുട്ടിയാണ്, അവള് ജസ്റ്റ് വിളത്തിയാണ്, അവളെ കല്യാണം കഴിക്ക്, നിനക്ക് എന്താ ഇത്ര കല്യാണം അവൻ പറയാം, ഇത്ര വേഗം വേണ്ട കല്യാണം, ഇത്ര വേഗം എന്തിനാ ഇത്ര വേഗം കല്യാണം, കുറച്ച് കഴിയട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും, നമുക്ക് കല്യാണം കഴിക്കാം കുറച്ച് കഴിഞ്ഞ്. ഞാൻ റിങ് മാജിക് റിങ് വാങ്ങാൻ പോവാം, കാർ എടുത്തിട്ടെ അമ്മേ. എടുത്ത മോനെ, വേഗം പോയി വാ. ഞാൻ പോട്ടെ. പോകുമ്പോൾ ഒരു വണ്ടി വരുന്ന, വണ്ടി അവൻ ഓർമ്മടിച്ചു. എന്നിട്ടും വണ്ടി കേട്ടില്ല. അപ്പോൾ അവൻ ഇങ്ങനെ ഒരു വെള്ളത്തിൽ പോയി വീണു. എന്താ ഇവിടെ പറ്റിയത്? അവനിങ്ങനെ നടന്നു വരാം, അവൻ്റെ ബോധമെല്ലാം പോയിരുന്നു. അപ്പോൾ ഹീറോ ഇങ്ങനെ വരുമ്പോൾ അവൻ അവിടെ മയങ്ങി വീണു. അപ്പോൾ ഹീറോ പറഞ്ഞു, ഇതാരാ? മൂച്ചി, എന്താ പറ്റിയേ? നിന്നെ ഞാൻ മൂച്ചി എടുക്കട്ടെ? നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങൾ അറിയത്തില്ലല്ലോ. നീ എൻ്റെ വീട്ടിലേക്ക് വാ. അമ്മ പറയുക, ഇവൻ ആരാണ്? അതറിയത്തില്ല, ഒരിക്കൽ നമ്മൾ ബോധം കിട്ടല്ലോ. നമ്മളെ കാറിൻ്റെ അടുത്തല്ലേ ഉണ്ടായി, ചിലപ്പോൾ നമ്മളെ കാറ് ജസ്റ്റ് ഇങ്ങനെ കൊണ്ട് ചേക്കും. വേഗം വാ, ഞങ്ങൾ പോകാം. ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ നമ്മളെ വീട്ടിൽ റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുക്കട്ടെ, വേഗം. അപ്പോൾ അവളുടെ അമ്മയോടൊപ്പം അവളെ വീട്ടിൽ വന്ന് അവനെ റെസ്റ്റ് എടുക്കാൻ അവിടെ പറഞ്ഞ് കിടത്തി. നിങ്ങൾ ആരാണ് ശരിക്കും? എനിക്കറിയുന്നില്ല. അവൾ പറഞ്ഞു, നിന്നെ ഞാൻ മൂച്ചി വിളിക്കാം. അവൻ പറഞ്ഞു, ഞാൻ എനിക്ക് ടയേർഡായിട്ടുണ്ട്, ഒരു മിനിറ്റ് കിടക്കട്ടെ. അവൾ കിടക്കൂ വേഗം, ഞാൻ പോകട്ടെ. അപ്പോൾ അവൾ പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി. അപ്പോൾ അവർ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ? പറഞ്ഞു. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. അപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നു. അവൻ കേട്ടു, ഇത് ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, അത് ഒരു ചെറുക്കനാണ്. അപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവൻ കിടക്കാൻ പോയി. അപ്പോൾ അവൾ, എനിക്ക് എന്തോ എല്ലാം മറന്നിട്ടുണ്ട്, നിങ്ങളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അമ്മയെ പോലെ കാണാം. അപ്പോൾ അമ്മ പറഞ്ഞു, നല്ല കുട്ടിയാണല്ലോ, ഇങ്ങനത്തെ കുട്ടിയാണ്. അപ്പോൾ ചെറുക്കൻ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. ഇതെന്നാ അമ്മ ഇത്രയും എന്നോടാണ് ഫസ്റ്റ് അമ്മ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ജിമ്മിനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഹീറോ കിട്ടി, ഇതാരാണ് നിനക്കറിയാമോ? അവൾ ചെറുക്കൻ പറഞ്ഞു, ഹീറോ CEO ആണ്, വലിയ CEO ആണ്, സിറ്റിയിലാണ്. ഒരു സിറ്റീൻ്റെ പേരെല്ലാം പറഞ്ഞു കൊടുത്തു. അതിൻ്റെ പേര് ഇതിൻ്റെ പേര് പാർക്ക് ജിമ്മിനാണ് പേര്. പിന്നെ അപ്പോൾ അവൾ പറഞ്ഞു, ഇത് നിനക്കെല്ലാം അറിയാമോ? അവൻ പറഞ്ഞു, എല്ലാം അറിയാം. ഇവന് എന്തോ ഒരു പറ്റിന് ഇങ്ങനെ ബോധം കിട്ടതാണ്. ഇവൻ നല്ല വലിയ പൈസക്കാരാണ്. അപ്പോൾ അവൾ, പൈസക്കാരാണോ? ഇവൻ ശരിയായിട്ട് ഇവൻ പോകാൻ നമ്മൾ പറയാം. അപ്പോൾ ഇവൾ അവനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവൾ പറഞ്ഞു, എനിക്കിതിഷ്ടം അറിയാം, നിങ്ങൾ എന്നെ മൂച്ചിന്ന് വിളിച്ചേ, സോറി, നിൻ്റെ പേര് എനിക്ക് മനസ്സിലായി, നിൻ്റെ പേര് ജിമ്മിനാണ്. എൻ്റെ പേര് ജിമ്മിനാണോ? ശരി. അപ്പോൾ
അപ്പോൾ അവൻ കിടന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എന്താണ് ഇവിടെ നോക്ക്. അപ്പോൾ അവൻ അവൾ പോയി അവൻ്റെ സിറ്റിയൊക്കെ പോയിട്ട് അവൻ നോക്കി. അതിന് അമ്മയെല്ലാം കണ്ടു. മിണ്ടാമെന്ന് ശ്രമിച്ച്. പിന്നെ അവനുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ വരട്ടെ. അപ്പോൾ അവൻ പറഞ്ഞു ഹീറോയോട്, നീ പോകരുത്. അവനുടെ അമ്മ ഇതെന്തോ പറയുന്നുണ്ട് അവരോടോ. അതിന് ഇപ്പോൾ നീ പോകണ്ട, ഞങ്ങളിപ്പോൾ പോവാ വീട്ടിൽ. എനിക്ക് ഇവനെ അറിയാം. ഇവൻ കുറച്ച് വില്ലത്തരമാണ് ഈ ഒരു ആളിത്. ഇവനൊരു നിൻ്റെ ഹോട്ടലില്ലേ, നിൻ്റെ ഇത് റെസ്റ്റോറൻ്റ് ഇല്ലേ, ആ റെസ്റ്റോറൻ്റ് എനിക്കൊക്കെ അറിയാം. ആ റെസ്റ്റോറൻറ്റില്ലേ അവൻ പൊളിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് കേട്ടു ഇങ്ങനെ പറയാം, ആ ഒരു റെസ്റ്റോറൻ്റ് ഇല്ലേ ആ വില്ലേജിൽ ഒരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റ് പൊളിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടേനു. അപ്പം ഞാൻ കേട്ടു അത് ഇവൻ ഒരു വില്ലനാണ്. ജസ്റ്റ് ഇവനെ കുറച്ച് സൂക്ഷിക്കണം ഹീറോയിനോട് പറഞ്ഞു. അപ്പോൾ ഹീറോ ആ ചെറുക്കനും പറഞ്ഞു. ഹീറോക്ക് കുറച്ച് മനസ്സിലാവും, ഇത് എൻ്റെ നാടല്ലല്ലോ, എന്തോ ഒന്ന്. അപ്പോൾ ഹീറോ ഇങ്ങനെ നിങ്ങളാരാണ്? ഹീറോയി പറഞ്ഞു, എൻ്റെ പേര് റോസാണ്. നിൻ്റെ പേര് എനിക്കറിയാമല്ലോ. നിൻ്റെ നാട് സിറ്റിയിലാണ്. ആ ഒരു സിറ്റീൻ്റെ പേര് ഞാൻ പറഞ്ഞു, കമ്പനീൻ്റെ എല്ലാ പേര് പറഞ്ഞല്ലോ. അപ്പോൾ ഹീറോ പറഞ്ഞു, നിനക്ക് ശരിയായിട്ട് നമുക്ക് പിന്നെ നിൻ്റെ വീട്ടിലേക്ക് പോവാം. എനിക്ക് നിൻ്റെ വീട് അറിഞ്ഞു, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അതാണോ നിൻ്റെ ഫ്രണ്ട്? അത് എൻ്റെ ഫ്രണ്ടാണ്, ജസ്റ്റ് ചെറിയൊരു ഫ്രണ്ടാണ്. അവനെ എനിക്ക് അത് മാത്രമേ അറിയൂ.